നമ്മൾ സയൻറ്റിഫിക് ടൈം ലൈൻ ഉണ്ടല്ലോ. ഫോർ എക്സാമ്പിൾ ഐസ് ഏജ് അല്ലെങ്കിൽ അങ്ങനെ ബേസിക് സയൻസ് പറയുന്ന ഒരു ടൈം ലൈൻ. അതുപോലെ നമ്മളെ ടൈം ലൈൻ ഇപ്പോൾ കലിയുഗം, ത്രേതായുഗം, അങ്ങനെ ആ ടൈം ലൈൻ ഇത് നമ്മൾ നോക്കുമ്പം ഒരു ഭയങ്കര ഡിസ്കണക്ട് കാണുന്നു. അപ്പോൾ നമ്മൾ പൊതുവേ ഉണ്ടാകുന്നൊരു പ്രോബ്ലം എന്ന് വെച്ചാൽ ഞങ്ങളിപ്പോൾ നമ്മളിപ്പോൾ രാമായണത്തെ പറ്റി ന്യൂ ജനറേഷൻ നമ്മൾ ഈ പറയുന്ന ന്യൂ ജനറേഷനോട് സംസാരിക്കുമ്പോൾ ഈ ഡിസ്കണക്ട് വലിയൊരു വിഷയമാണ്. അതായത് അവർ സയൻസ് വെച്ചിട്ട് നോക്കുമ്പം ഇതൊക്കെ ഉള്ളതാണോ ഇല്ലാത്തതാണോ, ഇതൊക്കെ വെറുതെയാണോ, ഇനി ഇത്രയും ഭയങ്കര നല്ല ഋഷിമാരായിട്ടും എന്തുകൊണ്ട് അവർക്ക് ഇതൊന്നും കാണാൻ പറ്റിയില്ല, ഏതെങ്കിലും ഒരു ബുക്കിലോ എവിടെയെങ്കിലും ഡോക്യുമെൻ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ, പൊതുവെ ഡോക്യുമെൻ്റ് ചെയ്തെങ്കിൽ അത് നമുക്ക് അറിയപ്പെടാത്തതാണോ അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ എത്താത്തതാണോ, ഇതൊക്കെയാണ് ബേസിക് സംശയങ്ങൾ. നമ്മളിപ്പോൾ ഇംഗ്ലീഷ് ഭാഷയും മലയാളം ഭാഷയും കമ്പയർ ചെയ്യേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കാമല്ലോ. മലയാളം ഭാഷ, ഇംഗ്ലീഷ് ഭാഷ ഇത് തമ്മിൽ റിലേറ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ശരിക്കൊരു ഉത്തരം പറയാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ രണ്ടും പ്രാബല്യത്തിൽ യൂസ് ചെയ്യുന്നുണ്ട്, രണ്ടും ഗുണമുള്ളതാണ്. അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അതാണ് വേണ്ടത്. അവരുടെ ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്നത് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഇയർ കൺസെപ്റ്റുകളാണ്. മെറ്റീരിയലിസ്റ്റിക് ഇയർ എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് ഐസ് ഏജ് അല്ലെങ്കിൽ കോപ്പർ ഏജ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഏജ് അല്ലെങ്കിൽ ഡാറ്റ ഏജ്, ഇപ്പോൾ കമ്പ്യൂട്ടർ ഇറ എന്നൊക്കെ പറഞ്ഞിട്ട് പറയും. പക്ഷെ ഭാരതീയ സങ്കല്പത്തിൽ മനുഷ്യൻ്റെ സ്വഭാവങ്ങളും അവരുടെ അന്യോന്യം തമ്മിലുള്ള റിലേഷൻഷിപ്പ് വെച്ചിട്ടാണ് ഈ യുഗങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൽ സത്യയുഗം എന്ന് പറയുന്നത് എല്ലാ മനുഷ്യന്മാരും ഫ്രീ ആയിട്ട് ഒന്നിനെയും ബന്ധപ്പെടുത്താതെ നേച്ചറുമായിട്ട് കൂടെ ജീവിച്ച കാലമാണ് സത്യയുഗം. അത് കഴിഞ്ഞിട്ട് അടുത്തുള്ള കാലമാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ശ്രീരാമൻ്റെ കാലം ഒക്കെ പറയുമ്പോൾ അത് രണ്ട് സമൂഹങ്ങൾ തമ്മിലുള്ള കോൺഫ്ലിക്റ്റുകൾ. അപ്പോൾ ഒന്ന് രാവണൻ, രാക്ഷസ ഈശ്വര അല്ലെങ്കിൽ ദൈവിക രാക്ഷസീയമായിട്ടുള്ള ഒരു കാലം എന്ന് പറയുന്നത് അങ്ങനെയാണ്. അപ്പോൾ ആ കാലം ത്രേതായുഗം. അപ്പോൾ സത്യയുഗം കഴിഞ്ഞാൽ ത്രേതായുഗം. അത് കഴിഞ്ഞാൽ പിന്നെയുള്ള യുഗം എന്ന് പറയുന്നത് നമ്മുടെ ദ്വാപരയുഗം. അവിടെ വീട്ടിനകത്തന്നെയാണ് കുഴപ്പം. ഒരേ കുടുംബത്തിൽ കസിൻ ബ്രദേഴ്സ് തമ്മിലടി. മറ്റിടത്ത് കസിൻ ബ്രദേഴ്സും ഒക്കെ വളരെ ക്ലോസ് ആയിരുന്നു. രാമനും ലക്ഷ്മണനൊക്കെ എത്ര നല്ല ഫ്രണ്ട്സായിട്ടും മറ്റ് വ്യത്യസ്തമായ അമ്മമാരുടെ മക്കളായിട്ട് പോലും ബന്ധം സ്ഥാപിച്ചവരാണ്. പക്ഷെ അതേ സമയത്ത് ദ്വാപരയുഗത്തുമ്പോഴത്തേക്കും ഒരേ കുടുംബത്തിൽ അന്യോന്യം സ്പർദ്ധയുള്ളവരായി മാറി. അതിൽ കർണനും മറ്റുമൊക്കെ മാറി വീട്ടിൽ നിന്ന് മാറിപ്പോവുക. ആ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇന്ന് കലിയുഗം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള കോൺഫ്ലിക്റ്റാണ്. അപ്പോൾ ഇതിൽ നമ്മൾ കാണേണ്ടത് 4,32,000 കൊല്ലാണ് കലിയുഗം, 8,64,000 കൊല്ലാണ് ഇതിൻ്റെ നേരെ ഇരട്ടി. 2 times കലിയുഗമാണ് ദ്വാപരയുഗം, 3 times കലിയുഗമാണ് ത്രേതായുഗം, 4 times കലിയുഗമാണ് സത്യയുഗം. ഇപ്പോൾ സത്യയുഗം കുറേ കാലം നിന്നിരുന്നു. ഇപ്പം നമ്മൾ സാധാരണ പറയാറില്ലേ, പണ്ടത്തെ പോലെയല്ല, ടൈം വളരെ ഫാസ്റ്റായിട്ട് പോകുന്നു. ഇപ്പോൾ ഇതിനകത്ത് കാണാം. അപ്പോൾ കൺസെപ്ച്വലി 4 മടങ്ങ് ഉണ്ടായിരുന്നതിൽ 3 മടങ്ങായി, പിന്നെ 2 മടങ്ങായി. ഇപ്പം അതിനേക്കാളും ഫാസ്റ്റായിട്ട് പോകുന്നൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നതെന്നാണ്. അപ്പോൾ ഇവിടെ ഉള്ളത് ഫിലോസഫിക്കലാണ്, ലൈഫ് റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ളതാണ്. വെസ്റ്റിൽ എപ്പോഴും എന്തും കണക്ക് കൂട്ടുന്നത് ബിസിനസ്സും മെറ്റീരിയലും ഒക്കെ വെച്ചിട്ടാണ്. ഇതാണ് ഇവ തമ്മിൽ നമ്മൾ റിലേറ്റ് ചെയ്യാൻ നോക്കരുതെന്ന് പറയാറുള്ളത്. നമ്മുടെ ബന്ധം നോക്കിയിട്ട് സംസാരിക്കുന്നതാണോ, അല്ല എൻ്റെ അടുത്ത് എത്ര കാശുണ്ട് നിങ്ങളുടെ അടുത്ത് എത്ര കാശുണ്ട് നോക്കിയിട്ടാണോ നമ്മൾ എന്ന് പറയുന്ന ഈ ഒരു കോൺഫ്ലിക്റ്റ് കൊണ്ടാണ് പലപ്പോഴും നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റാത്തത്. വേണമെങ്കിൽ റിലേറ്റ് ചെയ്യാം. ഇപ്പം അതുകൊണ്ടാണ് വെസ്റ്റേണേഴ്സ് നമ്മുടെ കാലം ഗണിച്ച സമയത്ത് കലിയുഗം തുടങ്ങിയ വർഷം 3000 ഏകദേശം 250 275 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് കൊല്ലങ്ങളാണ്, അത്രയും BC. അപ്പോൾ അത് ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ കൃഷ്ണൻ പോയതിന് ശേഷം ദ്വാപരയുഗം തീർന്നു, രാമൻ പോയതിന് ശേഷം ത്രേതായുഗം തീർന്നു. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ കലിയുഗത്തിൻ്റെ പ്രഥമ പാദത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇത് ഓരോ പൂജാരിയും ചൊല്ലുന്നുണ്ട്, കലിയുഗേ പ്രഥമപാദേ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുക. അതിനു മുമ്പ് എത്ര യുഗങ്ങളുണ്ടായിരുന്നു? സപ്തപദ മന്വന്തരേ കലികാലേ പ്രഥമപാദേ, സപ്തപദ മന്വന്തരം. ഈ എത്രയോ മന്വന്തരങ്ങൾ ഈ യുഗങ്ങളുടെയൊക്കെ കൂട്ടിയിട്ട് 4, 3, 2, 1 ഒക്കെ കൂടിക്കഴിഞ്ഞാൽ 10 ആയി. അപ്പോൾ 4,32,000 മൾട്ടിപ്ലൈഡ് ബൈ 10, 42,30,000 ഇയേഴ്സാണ് ഒരു മഹായുഗം. കലിയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം,
സത്യയുഗം കൂട്ടിയാൽ കിട്ടുന്നതാണ് ഒരു മഹായുഗം. അത് ബ്രഹ്മാവിൻ്റെ ഹാഫ് ഡേ എന്നാണ്. അത് ഫുൾ ഡേ ആയിട്ട് മൾട്ടിപ്ലൈഡ് ബൈ 120, 365 ഡേയ്സ് മൾട്ടിപ്ലൈഡ് ബൈ 120 കൂട്ടിയാൽ ഒരു മന്വന്തരായി. ഈ ഓരോ മന്വന്തരം കഴിഞ്ഞ് 27 മന്വന്തരം കഴിഞ്ഞു നമ്മൾ ചൊല്ലുമ്പോൾ ഒക്കെ കൂട്ടിയാൽ ഏകദേശം 192 crores of years ആവും. എർത്തിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് മോഡേൺ സയൻസ് പറയുന്നത് ഏകദേശം ഇത്ര തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ നമ്മൾ പറയുന്നതും കമ്പ്യൂട്ട് ചെയ്തതും ഒക്കെ ഓൾമോസ്റ്റ് ഈക്വലാണ്. അതുപോലെ നമ്മളിപ്പോൾ അറ്റ്മോസ്ഫിയർ, ഞാൻ സ്പേസ് സയൻറ്റിസ്റ്റാണ്, അറ്റ്മോസ്ഫിയറിൻ്റെ 140 കിലോമീറ്റേഴ്സ് എന്നാണ് പറയുക. ആവഹ പ്രവഹ ഉദ്വഹ സ്തത പരിപൂർവക വാഹു. പണ്ട് ഇതിനൊക്കെ ഓരോ ലെയറിനും പേരിട്ടിട്ടുണ്ട്. ഇതൊക്കെ നോക്കിയാൽ ഏകദേശം 142 കിലോമീറ്റേഴ്സാണ് വരിക. അപ്പോൾ ഇത് എല്ലാ മൈക്രോസ്കോപ്പും ടെലസ്കോപ്പും ഉള്ള കാലത്ത് കമ്പ്യൂട്ട് ചെയ്തതും ഇതൊന്നും ഇല്ലാത്തൊരു കാലത്ത് കമ്പ്യൂട്ട് ചെയ്തതും തമ്മിൽ വലിയ വ്യത്യാസം നമ്മൾ കാണുന്നില്ല. വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇതേപോലെ. അപ്പോൾ ഇങ്ങനെ നമ്മൾ മക്കളോട് പറയുമ്പോൾ അവർ ശരിയാണ്, 1, 2, 3 എക്സാമ്പിൾസ് എല്ലാം ശരിയാണെന്നല്ല, കുറേയൊക്കെ പറഞ്ഞിട്ടതും ലോജിക്ക് അതാണ്. നമ്മുടെയൊക്കെ ഇതൊക്കെ പറയുന്ന സമയത്തും ഇപ്പം വെസ്റ്റിലുള്ള പല റിലീജിയൻസും വിശ്വസിക്കൂ എന്ന് മാത്രമേ പറയുള്ളൂ. ഇവിടെ വിശ്വസിക്കാൻ പറഞ്ഞിട്ടേ ഇല്ല. ഡോണ്ട് ഈവൻ ബിലീവ് ഗോഡ്സ്. യുക്തിയുക്തമുപാധേയം വചനം ബാലകാതപി അന്യത്രണമവത്യാജ്യം അപ്യുക്തം ബ്രഹ്മകാതപി എന്നാണ്. ബ്രഹ്മാവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കരുത്, യുക്തി വേണം, ലോജിക്ക് വേണം എന്നാണ്. അപ്പോൾ അങ്ങനെ എഴുതിയൊരു സ്ഥലത്ത് ഒരിക്കലും ബ്ലൈൻഡായിട്ട് വിശ്വസിക്കാൻ ആരോടും പറഞ്ഞിട്ടില്ല. കൃത്യമായിട്ട് ലോജിക്കലി എക്സ്പ്ലെയിൻ ചെയ്തിട്ട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഭാരതീയ ശാസ്ത്രം എന്നാണ്.